ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് കുറച്ച് നാളായി. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഒരു കാര്യം ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. എനിക്ക് എന്താണ് വോയിസ് ഓവറിൽ പറയേണ്ടത് എന്നത്. യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും ഡിഫിക്കൽട്ടായ ഒരു കാര്യമാണ് വോയിസ് ഓവർ. ക്യാമറ നോക്കി സംസാരിക്കുന്നതും ഓക്വേർഡാണ്. പിന്നെ ക്യാമറ ഇല്ലാതെ ഫോണിൽ വോയിസ് റെക്കോർഡ് ചെയ്ത് സംസാരിക്കുന്നതും ഈക്വലി ഓക്വേർഡാണ്. ഫസ്റ്റ് ടൈം എൻ്റെ ഓൺ വോയിസ് റെക്കോർഡ് ചെയ്ത് കേട്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇതെൻ്റെ വോയിസ് ആണോ എന്ന്. നമ്മൾ നോർമലായി സംസാരിക്കുമ്പോൾ നമ്മുടെ വോയിസ് നമുക്കൊരു പ്രശ്നവും തോന്നില്ല. പക്ഷെ അത് റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോൾ എന്തോ വേറെ ഒരാൾ സംസാരിക്കുന്നത് പോലെ തോന്നും. പിന്നെ ഒരു സെൻറ്റൻസ് പറയും, കേട്ട് നോക്കും, ഇഷ്ടപ്പെടില്ല, വീണ്ടും റെക്കോർഡ് ചെയ്യും, വീണ്ടും കേൾക്കും. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞ് ഇത് ഞാൻ എങ്ങനെ പറഞ്ഞു എന്ന് തന്നെ തോന്നും. ബട്ട് ഓണസ്റ്റ്ലി അത് മാത്രമല്ല എൻ്റെ പ്രോബ്ലം. ഞാൻ എന്താണ് പറയേണ്ടത് അതാണ് എനിക്കിപ്പോഴും വലിയ കൺഫ്യൂഷൻ. ബിക്കോസ് ഒരു നോർമൽ ഡേ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു, കോഫി ഉണ്ടാക്കി, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, പിന്നെ കിച്ചണിൽ ഇത് ചെയ്തു, അത് ചെയ്തു, പുറത്തു പോയി, തിരിച്ചു വന്നു, അങ്ങനെ ഞാൻ എൻ്റെ ഫുൾ ഡേ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആവും. എനിക്കത് വേണ്ട. ഞാൻ തന്നെ അത് കേട്ടിരിക്കുമ്പോൾ ബോറിംഗ് ആയി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആളുകൾക്കും അത് ബോറിംഗ് ആയിരിക്കില്ലേ? ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഇതാണ് കറക്റ്റ് വേ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ലൈഫ് നറേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ലൈഫിൽ നിന്നുള്ള ഒരു തോട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇൻട്രസ്റ്റിംഗ്. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഞാൻ കോഫി ഉണ്ടാക്കി എന്ന് പറയുന്നതിനേക്കാൾ കോഫി ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു തോട്ട് പറയുന്നതല്ലേ ഇൻട്രസ്റ്റിംഗ്. മേ ബി ആ സമയത്ത് ഞാൻ എന്തെങ്കിലും ഓർത്തു, മേ ബി ഒരു ഓൾഡ് മെമ്മറി വന്നു, മേ ബി ഒരു സ്മോൾ റിയലൈസേഷൻ ഉണ്ടായി, മേ ബി ജസ്റ്റ് ഒരു ഫീലിംഗ്. അതൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് എനിക്ക് തോന്നുന്നത് ഒരു വ്ളോഗ് എന്നത് നമ്മുടെ ഡേയിൻ്റെ റിപ്പോർട്ട് ആകണമെന്നില്ല. നമ്മൾ ചെയ്ത കാര്യങ്ങൾ എല്ലാം പറയണമെന്നില്ല. സംടൈംസ് വിഷ്വൽസ് ഓൾറെഡി ടെൽ ദ സ്റ്റോറി. ഞാനിവിടെ കുക്കിംഗ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പൊട്ടറ്റോ കറി ഉണ്ടാക്കുകയാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റഡ് ആ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു തോട്ടാണ് ഞാൻ പറയേണ്ടത്. മേ ബി അതാണ് ഞാൻ സ്ലോലി കണ്ടുപിടിക്കുന്നത്. ബട്ട് ഓണസ്റ്റ്ലി ഇതൊക്കെ പറയാൻ എനിക്കിപ്പോഴും കുറച്ച് ഓക്വേർഡാണ്, സ്പെഷ്യലി ബിക്കോസ് ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബർ ഒന്നുമല്ല. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കാൻ പഠിക്കുന്നു, എഡിറ്റിംഗ് പഠിക്കുന്നു, തമ്പനെയിൽ ചെയ്യാൻ പഠിക്കുന്നു, വോയിസ് ഓവർ ചെയ്യാൻ പഠിക്കുന്നു, പിന്നെ ആളുകളുടെ മുന്നിൽ സ്വന്തം വോയിസിൽ സംസാരിക്കുന്നതും പഠിക്കുന്നു. സംടൈംസ് ഞാൻ എൻ്റെ വീഡിയോസ് വേറെ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോയുമായി കമ്പയർ ചെയ്യും. അവരൊക്കെ എത്ര നാച്ചുറലാണ് സംസാരിക്കുന്നത്, എത്ര കോൺഫിഡൻ്റ് ആണ്, എത്ര ഈസിയായി അവരൊരു സ്റ്റോറി പറയുന്നു. അപ്പോൾ നമുക്കും തോന്നില്ലേ എനിക്കെപ്പോഴാണ് ഇങ്ങനെയാവുക? ബട്ട് പിന്നെ ഞാൻ തന്നെ എന്നെ ഓർപ്പിക്കും, അവരവരുടെ ബിഗിനിങ്ങിൽ നിന്നാണ് ഇവിടെ എത്തിയത്. ഞാനിപ്പോൾ എൻ്റെ ബിഗിനിങ്ങിലാണ്. സോ കമ്പയർ ചെയ്തിട്ട് എന്ത് കാര്യം? എനിക്കിപ്പോൾ പെർഫെക്റ്റായി സംസാരിക്കാൻ കഴിയുന്നില്ല. ഒരു വോയിസ് ഓവർ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇപ്പോഴും പല പ്രാവശ്യം റീടേക്ക് ചെയ്യും. ചില സെൻറ്റൻസസ് പറഞ്ഞിട്ട് അയ്യോ ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യും. ബട്ട് ദാറ്റ്സ് ഓക്കെ. നമ്മൾ ഒരു ദിവസം കൊണ്ട് നമ്മുടെ സ്റ്റൈൽ കണ്ടുപിടിക്കില്ല. കുറച്ച് വീഡിയോസ് സൈലൻ്റ് ആയിരിക്കും, കുറച്ച് വീഡിയോസിൽ വോയിസ് ഓവർ ഉണ്ടാവും. അങ്ങനെ സ്ലോലി നമ്മുടെ ഓൺ സ്റ്റൈൽ ഡെവലപ്പ് ആവും. I'm not trying to become perfect. I'm just trying to become comfortable being myself. എനിക്ക് എൻ്റെ ഓൺ സ്റ്റൈൽ വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതെന്താണ് എന്ന് എനിക്ക് തന്നെ ഇപ്പോഴും ഫുള്ളായി അറിയില്ല. മേ ബി അത് കുറച്ച് വീഡിയോസ് കഴിയുമ്പോൾ സ്ലോലി മനസ്സിലാവും. മേ ബി യൂട്യൂബിൽ നമ്മുടെ ഓൺ വോയിസ് കണ്ടുപിടിക്കുന്നതും ഒരു പ്രോസസ്സാണ്. ആൻഡ് ഓണസ്റ്റ്ലി ഞാനിപ്പോൾ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്യൂ ടൈംസ് എൻ്റെ വോയിസ് എനിക്ക് ഓക്വേർഡായിരുന്നു. ഇപ്പോൾ കുറച്ചായി അതെൻ്റെ വോയിസ് പോലെ തന്നെ തോന്നുന്നുണ്ട്. മേ ബി ദാറ്റ്സ് ദ ഹോൾ പോയിന്റ്. പെർഫെക്റ്റായി തുടങ്ങണമെന്നില്ല, തുടങ്ങിയിട്ട് സ്ലോലി നമ്മുടെ ഓൺ വേ കണ്ടുപിടിക്കാം. സോ ഇതെൻ്റെ ലിറ്റിൽ ബിഗിനിങ് ആണ്. ഐ എം ജസ്റ്റ് ഹിയർ ട്രൈങ് ടു ഫൈൻഡ് മൈ വോയിസ്.